അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ നമ്മൾ സൂറത്തു സ്വാഫാത്ത് ഏതാണ്ട് 184 5 ആയത്തുകളുള്ള സൂറത്തിൽ ഏതാണ്ട് 132 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് 133 ആയത്ത് മുതലാണ് എടുക്കുന്നത്. 138 വരെയുള്ള ആയത്തുകളാണ്. ഓരോ നബിമാരുടെയും ചരിത്രങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പരാമർശിച്ച് പോകുന്ന ഒരു സൂറത്താണിത് സ്വാഫാത്ത്. സൂറത്തുൽ ഖസസിലും അതേപോലെ സൂറത്ത് ഹൂദിലും ഷുഅറയിലും ഒക്കെ കൂടുതലായി, ത്വാഹായിലൊക്കെ ഓരോ നബിമാരുടെയും ചരിത്രങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ അത് ചുരുങ്ങിയ നിലയ്ക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ആയത്തുകൾ ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇന്ന ലൂതൻ ലമിനൽ മുർസലീൻ إذ نجيناه وأهله أجمعين إلا عجوزا في الغابرين ثم دمرنا الآخرين وإنكم لتمرون عليهم مصبحين وبالليل أفلا تعقلون. അതുവരെയാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ന് ഇൻഷാ അല്ലാഹ്. ഒന്ന് ഓതിത്തരാം, നേരം ഓതിക്കോ. ഒരു മിനിറ്റ് ജസ്റ്റ് പോസ്റ്റോൾ പാർട്ടിസിപ്പേഷൻ മ്യൂട്ട്. أعوذ بالله من الشيطان الرجيم. وإن لوطا لمن المرسلين إذ نجيناه وأهله أجمعين إلا عجوزا في الغابرين ثم دمرنا الآخرين وإنكم لتمرون عليهم مصبحين وبالليل أفلا تعقلون. ഇത്രയാണ് ഇൻഷാ അല്ലാഹ്. ഇതിലെ 136 ആയത്ത് ഓതുമ്പോൾ ഇന്ന ലൂത്തൻ ത്വായാണ്, അത് തായിലേക്ക് പോയത്, ലൂത്ത് തായിലേക്ക് പോയത്, ലൂത്തൻ ലൂത്തൻ. അതേപോലെ 137 ആയത്തിൽ വഇന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീൻ. മുസ്ബിഹീൻ സ്വാദ് അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് മൈക്ക് ഓപ്പൺ ആക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കേട്ടോ. അപ്പൊ നമ്മൾ എന്നെടുക്കാം 133 ആയത്ത്. വ ഇന്ന ലൂത്തൻ ലമിനൽ മുർസലീൻ. വ ഇന്ന ലൂത്തൻ തീർച്ചയായും ലൂത്ത് നബി അലൈഹിസ്സലാം ലമിനൽ മുർസലീൻ. അവിടെ മിനൽ മുർസലീൻ എന്ന് പറഞ്ഞാൽ മുർസലുകളിൽ പെട്ടവൻ ആകുന്നു എന്നാണ്. അവിടെ ലാമു വന്നു. ലാമു വരുമ്പം
ആ ലാമിന് പറയുന്ന പേര് ലാമു തൗക്കീദ് എന്നാണ്. ലാമു തൗക്കീദ് എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ലാമു എന്നാണ്. അപ്പോ ലമിനൽ മുർസലീൻ, മുർസലുകളിൽ പെട്ടവൻ തന്നെയാണ്. അപ്പം ലൂത്ത് നബി അലൈഹിസ്സലാമും മുർസലുകളിൽ പെട്ടവൻ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം, ജനതയുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇദ് നജ്ജൈനാഹു വ അഹ്ലഹു അജ്മഈൻ. ഇദ് നജ്ജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. ഈ പദാണ് നജ്ജ. നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി എന്നാണ്. നജ്ജ യുനജ്ജി. എന്നാൽ നജ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പേരിടാറുണ്ട്, നജ എന്ന് പറഞ്ഞിട്ട്. നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ്. നജുവത്ത് എന്ന് പറയും. നജുവത്ത് എന്ന് പറയും രക്ഷപ്പെടൽ, നജുവ. നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി എന്നാണ്. അപ്പൊ ഇത് നജ്ജയിനാഹു, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ സന്ദർഭം, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ. വ അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അല്ലെങ്കിൽ സ്വന്തക്കാരെയും. അജ്മഈൻ, അജ്മഈൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളെയും, എല്ലാവരെയും എന്നർത്ഥമാണ്. അപ്പൊ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മുഴുവനും നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ ജനതയുടെ ചരിത്രം ഖുർആനിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകുന്നതേ ഉള്ളൂ. അപ്പൊ കുടുംബത്തെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരാളെ കുടുംബത്തിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കി നിർത്തി. അതാരാണ്? ഇല്ല അജൂസൻ ഫിൽ ഗാബിരീൻ. ഇല്ല അജൂസൻ, ഒരു വൃദ്ധ സ്ത്രീ, കിഴവി ഒഴികെ. അപ്പൊ അവർക്കൊരു പ്രായമായിട്ടുണ്ട് എന്നർത്ഥം. അജൂസ് എന്ന് പറഞ്ഞാൽ നന്നായി പ്രായമായ ആൾക്കാ പറയാം. അപ്പൊ ഒരു വൃദ്ധ സ്ത്രീ ഒഴികെ, ഫിൽ ഗാബിരീൻ, പിന്തി നിന്നവരിൽപ്പെട്ട അല്ലെങ്കിൽ അവശേഷിച്ചവരിൽപ്പെട്ട എന്നൊക്കെ അർത്ഥം. അപ്പം അവശേഷിച്ചവരിൽപ്പെട്ട ഒരു വൃദ്ധ സ്ത്രീ ഒഴികെ എന്നുള്ളതാണ്. അപ്പൊ ആ വൃദ്ധ സ്ത്രീ എന്ന് പറയുന്നത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാണ്. അവർ വിശ്വസിച്ചില്ല. അതേപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ വിശ്വസിച്ചില്ല. ഇവര് വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവിശ്വാസികളെ സ്വന്തം ഭർത്താക്കന്മാർക്കെതിരെ സഹായിക്കുക കൂടി ചെയ്തു. അതില് മുൻപന്തിയിലുള്ള ആളായിരുന്നു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ. അപ്പോ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ ജനതയുടെയും ചരിത്രം ഖുർആന് വിശദമായിട്ടൊക്കെ കുറെ കൂടി പറയുന്നത് സൂറത്ത് ഷൂറയിൽ, അതുപോലെ സൂറത്ത് ഹൂദിൽ പറയുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ സൂറത്തുൽ ഹൂദിലെ 77-ാമത്തെ ആയത്ത് മുതൽ, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ, 77-ാമത്തെ ആയത്ത് മുതൽ ഉള്ള ഭാഗത്ത് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവിടെ തുടങ്ങുന്ന തന്നെ മലക്കുകൾ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ കയറി വിസിറ്റ് ചെയ്തതിന് ശേഷം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടിലേക്ക് പോകുന്ന ചരിത്രമാണ്. അപ്പൊ ആ ജനതയുടെ മോശമായ സമീപനം, ആ മലക്കുകൾ അവിടെ മനുഷ്യരൂപത്തിൽ, ചെറുപ്പക്കാരുടെ രൂപത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ വന്നപ്പോൾ ആ ജനതയുടെ മോശമായ സംസാരം, സമീപനം, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നപ്പോൾ അവരെ അപമാനിക്കാൻ വേണ്ടി, വഷളാക്കാൻ വേണ്ടി ആ ആളുകൾ ഒന്നായി വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വിഷമം, ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് മലക്കുകള്, അതായത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് അറിയില്ല വീട്ടിൽ വന്ന ഗസ്റ്റ് മലക്കുകളാണെന്ന്, കാരണം മനുഷ്യരൂപത്തിലാണ് വന്നത്. അപ്പൊ ആ മലക്കുകള് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് തൻ്റെ വീട്ടിൽ വന്ന ഗസ്റ്റുകളൊക്കെ മലക്കുകളാണെന്നും. ഖാലൂ യാ ലൂത്തു, ഖാലൂ യാ ലൂത്ത് ഇന്നാ റുസുലു റബ്ബിക്. അവർ പറയാണ്, ലൂത്തേ, ഇന്നാ റുസുലു റബ്ബിക്, ഞങ്ങൾ നിന്റെ റബ്ബിന്റെ ദൂതന്മാരാണ്. ലൻ യസിലു ഇലൈക,
അവര് എന്തെല്ലാം നിലയ്ക്ക് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ആ കൈകൾ ഇങ്ങോട്ട് എത്തൂല. ഫഅസ്രി ബിഅഹ്ലിക, എന്നിട്ട് ലൂത്ത് നബിയോട് പറയാണ്, നീ നിന്റെ കുടുംബവുമായിട്ട് രാത്രി പുറപ്പെടണം. ബിഖ്തഇം മിനൽ ലൈലി, രാത്രിയുടെ അന്ത്യസമയത്ത് നീ കുടുംബവുമായിട്ട് പുറപ്പെടണം. വലാ യൽതഫിത് മിൻകും അഹദുൻ, നിങ്ങളിൽ ഒരാളും പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് തിരിഞ്ഞു നോക്കരുത്. എന്തെങ്കിലും ഒരു ശബ്ദമോ എന്തെങ്കിലും കേട്ടാൽ നിങ്ങൾ ഒരാളും തിരിഞ്ഞു നോക്കരുത്. അത് അള്ളാഹിന്റെ കൽപ്പനയാണ്. അങ്ങനെ ചെയ്താൽ അള്ളാഹിന്റെ ശിക്ഷ വരെ ബാധിക്കും. ഇല്ലംറഅതക്, നിന്റെ ഭാര്യ ഒഴികെ. ഇന്നഹു മുസീബുഹ വമാ അസാബഹും, ആ നിഷേധികൾക്ക് ബാധിച്ച ശിക്ഷ അവളെയും ബാധിക്കുന്നതാണ്. അപ്പം അവൾ ശിക്ഷിക്കപ്പെട്ടു. ഇന്ന മൗഇദഹും അസ്സുബ്ഹു അലൈസ അസ്സുബ്ഹു കരീബ്, എന്നിട്ട് മലക്കുകൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, ഈ ജനതയെ അള്ളാഹു ശിക്ഷിക്കാൻ തെരഞ്ഞെടുത്ത സമയം സുബഹിയുടെ നേരമാണ്. ആ സുബഹി വളരെ അടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ മലക്കുകളുടെ നിർദ്ദേശപ്രകാരം ലൂത്ത് നബി അലൈഹി ഇസ്ലാം തൻ്റെ പെൺമക്കളെയുമായി, അതിൽ തൻ്റെ ഭാര്യ ഉൾപ്പെട്ടിട്ടില്ല, അവൾ അവിശ്വാസിയാണ്, പുറപ്പെടുകയാണ്. അപ്പം ഏതാണ്ട് സുബഹിയുടെ കുറച്ച് മുമ്പാണ് പോകുന്നത്. അപ്പം അവർ ആ നാട്ടിൽ നിന്ന് പോയ ഉടനെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെ ലോകത്തിതുവരെ ഒരു ജനതയെ നശിപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു നബിയുടെ ഭാര്യയായിട്ട് പോലും, ആ നബിയുടെ കൂടെ കഴിഞ്ഞിട്ട് പോലും അവർ ആ അവിശ്വാസത്തിൽ തുടർന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നശിപ്പിച്ചു. ആ നെറികെട്ട അല്ലെങ്കിൽ അങ്ങേയറ്റം മോശമായ ഒരു സംസ്കാരവുമായി ജീവിക്കുന്ന ആ ജനങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സുബഹിയുടെ നേരത്ത് ശിക്ഷിച്ചു എന്നുള്ളതാണ്. അവരുടെ ഈ എന്താ പറയുക, സ്വവർഗ വിവാഹവും കാര്യങ്ങളും ലോകത്താദ്യമായി നടപ്പാക്കിയ ഒരു ജനതയാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത എന്ന് പറയുന്നത്. സദോം നിവാസികൾ എന്ന് പറയും. ഇന്നിപ്പം അവരെ അള്ളാഹു നശിപ്പിച്ച ആ സ്ഥലം ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങളിൽ പോയി ആനന്ദിക്കാനോ ആസ്വദിക്കാനോ പാടില്ല എന്നുള്ളതാണ്. അവിടെ കൂടെ നമുക്ക് പാസ് ചെയ്ത് പോവാം. അതിനപ്പുറം നമ്മളവിടെ പോയി ചാവുകടൽ, ഡെഡ് സീ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഈ ഉപ്പിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് അവിടെ വെള്ളത്തിൽ കിടന്നാൽ താഴൂല. ആളുകൾ, ടൂറിസ്റ്റുകളൊക്കെ പോയി ഇതിൽ ചാടുന്നവും ഡെഡ് സീ എന്നൊക്കെ നമ്മൾ അടിച്ചു നോക്കിയാൽ കാണാം. അപ്പം അങ്ങനെയുള്ള സ്ഥലം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെ അള്ളാഹു ശിക്ഷിച്ച ഇടമാണ്. പ്രത്യേകിച്ച് ലോകത്ത് കടന്നു വന്ന ഒരു സമൂഹത്തെയും അള്ളാഹു ഇത്രയും നിന്ദ്യമായിട്ട് ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും പോകാൻ പാടില്ല. അള്ളാഹു ശിക്ഷ നടപ്പാക്കിയ ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് അത് ജസ്റ്റ് കണ്ട് നമ്മൾ അവിടുന്ന് എത്രയും വേഗം പോവുക എന്നുള്ളതാണ് വിശ്വാസിയുടെ നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊന്ന് വാദി മഹ്സർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ അബ്രഹത്തിനെയും ആനപ്പടയെയും അള്ളാഹു നശിപ്പിച്ചത്. അത് മിനയിലാണുള്ളത്. ആ ഭാഗത്ത് ഈ ഹജ്ജിന് വേണ്ടിയിട്ട് തമ്പ് കെട്ടുമല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് മിനയിൽ താമസിക്കാൻ വേണ്ടി ടെന്റുകളുണ്ട്. ആ ഭാഗത്ത് മാത്രം ടെന്റുകൾ കെട്ടിയിട്ടില്ല. അബ്രഹത്തിനെയും ആനപ്പടയെയും അള്ളാഹു നശിപ്പിച്ച ആ ഏരിയ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ പോകുമ്പം ആ ഭാഗത്തെത്തിയാൽ അവിടുന്ന് എത്രയും വേഗത്തിൽ അവിടുന്ന് നടന്നു പോകുമായിരുന്നു എന്നുള്ളതാണ്. റബ്ബ് നശിപ്പിച്ച ഒരു ഇടം, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ധിക്കാരിയായ രാജാവിനെ അള്ളാഹു നശിപ്പിച്ച സ്ഥലം എന്നുള്ള നിലയ്ക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സുമ്മ ദമ്മർനൽ ആഖരീൻ, പിന്നീട് ദമ്മറ എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു, തകർത്തു എന്നാണ്. മൊത്തം തകർത്ത് തരിപ്പണാക്കി കളയുന്നതാണ് ഈ ദമ്മറ എന്ന് പറയാം. ദമ്മറ യുദമ്മിറു തദ്മീറൻ, തദ്മീറ എന്നുള്ള പദം ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പം ദമ്മർന, നാം തകർത്ത് കളഞ്ഞു, അല്ലാഹരീൻ, മറ്റേവരെ.
മറ്റവരെ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ രക്ഷപ്പെടാതെ നിന്ന ആളുകൾ, വിശ്വാസികളെ മുഴുവനും അള്ളാഹു രക്ഷപ്പെടുത്തി ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ. ബാക്കിയുള്ള ആളുകളെ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നാണ്. അപ്പം നമ്മൾ ചരിത്രങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ചരിത്രവും അതിൽ നിന്നുള്ള പാഠവും മനസ്സിലാക്കണം. 3 തരത്തിലുള്ള ശിക്ഷയാണ് ലൂത്ത് നബിയുടെ ജനതയ്ക്ക് അള്ളാഹു നൽകിയത്. ഒന്ന്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഗസ്റ്റുകളായിട്ട് വീട്ടിലേക്ക് വന്ന ആളുകളെ അവഹേളിക്കാനും അവരെ പിടിച്ചോണ്ട് പോകാനും ഒക്കെ ആ ആളുകൾ ശ്രമിച്ചു. അപ്പൊ അള്ളാഹു അവരുടെ കാഴ്ച ശക്തി തുടച്ചു നീക്കി. കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിപ്പോയി. കണ്ണ് കാണുന്ന ആളുകളുടെ കാഴ്ച ശക്തിയെ അള്ളാഹു ആ സമയത്ത് എന്ത് ചെയ്തു? കാഴ്ച ശക്തി തുടച്ചു നീക്കി എന്നാ പറയുന്നത്. സൂറത്തുൽ ഖമർ 37-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലക്കത് റാവദൂഹു അൻ ലൈഫിഹി. ലൂത്ത് നബിയുടെ വീട്ടിൽ വന്ന അദ്ദേഹത്തിന്റെ ഗസ്റ്റുകളെ അപമാനിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഫത്വമസ്ന അയുനഹും, അപ്പം നാം അവരുടെ കണ്ണുകളെ തുടച്ചു നീക്കി കളഞ്ഞു. ഫദൂഖു അദാബി വനുദിർ, എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ ശിക്ഷയും എൻ്റെ മുന്നറിയിപ്പുകളും നിങ്ങൾ ശരിക്കും ആസ്വദിച്ചോ എന്ന് പറഞ്ഞു. ഇതാണ് അവർക്ക് കൊടുത്ത ഒരു ശിക്ഷ. അവരുടെ കാഴ്ച ശക്തി അള്ളാഹു തുടച്ചു നീക്കി. 2, അള്ളാഹു അടയാളം വെച്ച കൽമഴകൾ പെയ്യിപ്പിച്ചു. കൽമഴ പെയ്യിപ്പിച്ചു എന്നാണ്. അതായത് ചൂള വെച്ച നല്ല തീക്കട്ട പോലുള്ള കല്ലുകൾ മഴ പോലെ അവരുടെ മേലെ വർഷിച്ചു. 3, ആ ജനതയെ അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ടു. കീഴ്മേൽ അതായത് മുകളിലുള്ള ആളുകളെ ഭൂമിന്റെ അടിയിലേക്കാക്കി മറിച്ചിട്ടു. ആയത്തിന്റെ തഫ്സീറിലൊക്കെ പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറക് കൊണ്ട് മറിച്ചിട്ടു എന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തഫ്സീർ ഇബ്നു കസീറിലൊക്കെ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ എന്ന മലക്ക്, ഇങ്ങനെ 4-5ഓളം മലക്കുകളെയാണ് ആ ജനതയെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ചുമതലപ്പെടുത്തിയെന്നാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറക് കൊണ്ട് ആ നാടിനെ മറിച്ചിട്ടു എന്നുള്ളതാണ് മുഫസ്സിറുകളൊക്കെ പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഒരു മലക്കിന്റെ ശക്തിയും വലുപ്പവും എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 3 ശിക്ഷയാണ് കൊടുത്തത്. 1, കാഴ്ചശക്തി തുടച്ചു നീക്കി, അത് ആദ്യ ഘട്ടം. 2, കൽമഴ പെയ്യിപ്പിച്ചു. കൽമഴ എന്ന് പറഞ്ഞാൽ ചൂള വെച്ച കല്ലുകൾ. 3, ആ ജനതയെ അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ടു എന്നുള്ളതാണ്. അപ്പോൾ സൂറത്ത് ഹൂദിലെ 82-83 ആയത്തിൽ പറയുന്നുണ്ട്, ഫലമ്മാ ജാഅ അംറുനാ ജഅൽനാ ആലിയഹാ സാഫിലഹാ. അതാണ് ആദ്യം പറയുന്നത്. നമ്മുടെ കൽപ്പന എത്തി, നാം എന്ത് ചെയ്തു? ആ ജനതയെ കീഴ്മേൽ മറിച്ചിട്ടു. മുകളിലുള്ളവർ എല്ലാം ഭൂമിന്റെ അടിയിലായിപ്പോയി. ഫഅംതർനാ അലൈഹാ ഹിജാറതം മിൻ സിജ്ജീലിൻ മൻദൂദ്. അട്ടിയട്ടിയായി അടുക്കടുക്കായിട്ടുള്ള ചൂള വെച്ച കല്ലുകൾ കൊണ്ട് അവരുടെ മേലെ മഴ വർഷിപ്പിച്ചു. അതായത് ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ തെരുതെരാ വീഴ. നമ്മളിപ്പോ സാധാരണ മഴ പെയ്യുമ്പം വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴൂലേ, അതുപോലെ ഈ തീക്കല്ലുകൾ അവരുടെ മുകളിലേക്ക് വീണു എന്നാണ്. അപ്പൊ അവിടെ ഒരു പ്രയോഗം കൂടിയുണ്ട്, മുസവ്വമത്തൻ ഇന്ദ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന് അടയാളം വെക്കപ്പെട്ട കല്ലുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ ചില മുഫസ്സിറുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അവരുടെ മേലെ പെയ്തിറങ്ങിയ ആ മഴ, തീമഴ, അതിലെ ഓരോ കല്ലുകളും ആരുടെ മേൽ പതിക്കണം എന്നുള്ള അടയാളം പോലും അള്ളാഹു വെച്ചുകൊണ്ടാണ് ആ മഴ പെയ്യിപ്പിച്ചത്. അപ്പൊ അത്രയും നിന്ദ്യമായ ശിക്ഷയാണ് ആ ജനതയ്ക്ക് അള്ളാഹു നൽകിയത് എന്നതാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അതിന്റെ കാരണം എന്താണ്? അവർ സ്വവർഗാനുരാഗികളും സ്വവർഗഭോഗികളുമായി എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അള്ളാഹു വെച്ച പ്രകൃതിക്ക് വിരുദ്ധമായ ഏർപ്പാടിൽ അവർ ഇടപെട്ടു. അതോടൊപ്പം ബഹുദൈവാരാധനയും ആ സമൂഹത്തിൽ വ്യാപകമായി നടമാടിയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, യൂറോപ്യൻ പാശ്ചാത്യൻ സംസ്കാരമൊക്കെ വൃത്തികെട്ട പലതും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ മറ്റൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിൽ, അതായത് വർണ്ണക്കടലാസിൽ, നല്ല കടലാസിൽ ഇങ്ങനെ ചുരുട്ടിത്തരാന്ന് പറയുന്നുണ്ടല്ലോ, എന്ന് പറഞ്ഞതുപോലെ ഈ എന്താ LGBTQ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്തോ
വലിയ സംഭവമാണെന്നുള്ള രൂപത്തിൽ. അപ്പം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് വിധേയരായ ഒരു ജനത തുടങ്ങി വെച്ച പരിപാടിയാണിത്. അപ്പം നമ്മുടെ മക്കൾ, പുതുതലമുറ അതിലേക്ക് എന്തെങ്കിലും പുതിയത് കാണുമ്പോൾ അവർക്ക് പോകാൻ ഭയങ്കര ആവേശമായിരിക്കും. അപ്പം പ്രത്യേകിച്ച് നമ്മളൊക്കെ അത് ശ്രദ്ധിക്കണം. അപ്പം അള്ളാഹു ഈ ജനതയാണ് ഏറ്റവും നിന്ദ്യമായി ശിക്ഷിച്ചതെന്നുള്ളതാണ്. ഇതേപോലെ സൂറത്ത് ഷുആറയിലെ 161 മുതൽ 175 വരെയുള്ള ആയത്തുകളിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം കുറേ ആയിട്ട് വിശദീകരിച്ച് പറയുന്നുണ്ട്. 161 മുതൽ 175 വരെയുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ കാണാൻ ലൂത്ത് നബി അലൈഹി ഇസ്ലാം ആ ജനതയ്ക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നിഷേധികളായ പിന്നെ സ്വവർഗ വിവാഹത്തിനും അത്തരം ഏർപ്പാടുകൾക്കുമൊക്കെ മാന്യതയുടെ പരിവേഷം നൽകിയിരുന്ന ആൾക്കാരായിരുന്നു അവരും. അതായത് അത് നിയമം മൂലം അവർക്ക് അവിടെ, അതായത് ലൂത്ത് നബി അലൈഹി സ്വലാം അതിനെതിരെ സംസാരിച്ചപ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അവര് പറഞ്ഞത്, ഞങ്ങൾ മാന്യമായി കൊണ്ടു നടക്കുന്ന ഒരു ഏർപ്പാടിനെതിരെ നീ എന്തിനാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് ലൂത്ത് നബി അലൈഹി സ്വലാമിനെതിരെ ശക്തമായ നിലപാട് അവരെടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ലൂത്ത് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, റബ്ബി നജ്ജിനി വാഹിലി മിമ്മാ യഅമലൂൻ. അള്ളാഹുവെ, ഈ ജനത ചെയ്തു കൂട്ടുന്ന ചെയ്തികളിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണേ. കുടുംബം എന്ന് പറയുമ്പം അഹിൽ എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം വരുന്നത് ശരിക്കും ഭാര്യയാണ്. ഭാര്യയ്ക്ക് അഹിൽ എന്ന് പറയും, അതുപോലെ കുടുംബത്തിന് പറയും. അപ്പോൾ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിൽ ആര് വിട്ടിട്ടില്ല? ഭാര്യ പെടുന്നില്ല. അദ്ദേഹത്തിന്റെ പെൺമക്കൾ ഉണ്ടായിരുന്നു, അവർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, വിശ്വാസികളായിരുന്നു. അപ്പൊ ആ ഭാര്യ വിശ്വാസിയായിരുന്നില്ല. അപ്പൊ അള്ളാഹ് പറയാണ്, ഫനജ്ജൈനാഹു വഅഹ്ലഹു അജ്മഈൻ. ലൂത്ത് നബിയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടു. അള്ളാഹു അദ്ദേഹത്തെയും ജനങ്ങളെയും വിശ്വസിച്ചവരെയും രക്ഷപ്പെടുത്തി. അവിടെയും അള്ളാഹു പറഞ്ഞു, ഇല്ല അജൂസൻ ഫിൽ ഗാബിരീൻ, ആ പിന്തി നിന്ന പെണ്ണിനെ ഒഴികെ, ആ കിഴവിയെ ഒഴികെ എന്ന് പറഞ്ഞു. അതായത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയെ അള്ളാഹു രക്ഷപ്പെടുത്തിയില്ല, കാരണം അവൾ അവിശ്വാസിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇത്രയും പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മുശ്രിക്കുകളോട്, മക്ക മുശ്രിക്കുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഇന്നിപ്പോ നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും അവസാനത്തെ ആയത്തായിട്ട് വരുന്നത്. എന്താണ് മുശ്രിക്കുകളോട് അള്ളാഹ് പറയുന്നത്? വ ഇന്നക്കും ലതമുറൂന അലൈഹിം മുസ്ബിഹീൻ. വ ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ലതമുറൂന, മറ എന്ന് പറഞ്ഞാല് നടക്കുക, സഞ്ചരിക്കുക, കടന്നു പോവുക എന്നൊക്കെയുള്ള അർത്ഥം. ഇന്നക്കും ലതമുറൂന, തീർച്ചയായും നിങ്ങൾ കടന്നു പോകുന്നു, അല്ലെ നടന്നു പോകുന്നു, അലൈഹിം, അവരിൽ കൂടി, മുസ്ബിഹീൻ, പ്രഭാതവേളയിൽ. നമുക്കറിയാലോ സ്വബാഹ് എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്. മുസ്ബിഹീൻ എന്നാണ്. മുസ്ബിഹി എന്ന് വെച്ചാൽ പ്രഭാതവേളയിലായിക്കൊണ്ട്, പ്രഭാത സമയത്ത് നടക്കുന്നവനെ മുസ്ബിഹ് എന്ന് പറയാം. അപ്പൊ പ്രഭാതവേളയിൽ തീർച്ചയായും അവരിൽ കൂടി നിങ്ങൾ കടന്നു പോകാറുണ്ടല്ലോ. പ്രഭാതത്തിൽ മാത്രമല്ല, വബിൽ ലൈൽ, രാത്രിയിലും നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ആ വഴിയെ. എന്നിട്ടും അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ല. അഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. അഖിൽ അലിഫ് കാഫ് ലാം, അഖിൽ ഫുഡാണ്. അഖിൽ ഐന് ഖാഫ് ലാം, അഖിൽ ബുദ്ധിയാണ്. അപ്പം എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് മക്കത്തെ മുശ്രിക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ആ ജനതയുടെ നാട്ടിലൂടെ പോയിട്ടും നിങ്ങൾ കാര്യങ്ങൾ ആലോചിക്കാത്തത്, ചിന്തിക്കാത്തത്? ഇങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ചെറിയൊരു സൂറത്തുണ്ടല്ലോ, ഈലാഫി ഖുറൈഷിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തുണ്ടല്ലോ, അതിൽ അവർ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും യാത്ര ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അവർ തണുപ്പ് കാലത്ത് യമനിലേക്കും ചൂട് കാലങ്ങളിൽ സിറിയയിലേക്കാണ് യാത്ര പോയിരുന്നത്. കച്ചവട യാത്രയായിരുന്നു. അപ്പൊ ഷാം എന്ന് പറഞ്ഞാൽ സിറിയയാണ്. അപ്പം ഈ അറബികൾ, ഈ മക്കത്തെ മുശ്രിക്ക്, അവർ കച്ചവട യാത്രകൾ ചെയ്യും. അവരുടെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പുറം നാട്ടിൽ നിന്ന് കൊണ്ടുവരും. അപ്പം അറബികൾ ഷാമിലേക്ക് സാധാരണ കച്ചവട യാത്ര പോകുമായിരുന്നു. അപ്പൊ അവർ ഈ ഷാമിലേക്ക് പോകുമ്പോൾ ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനതയെ അള്ളാഹ് നശിപ്പിച്ചല്ലോ.
ആ പ്രദേശത്തിന്റെ ഏതാണ്ട് സമീപത്തു കൂടിയാണ് ഇവര് പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പം അവര് അവിടെ ആ വഴിക്ക് കൂടെ പോകുമ്പോൾ ഈ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ നശിപ്പിച്ചതിന്റെ അടയാളങ്ങൾ അവർ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹ് പറഞ്ഞു കാലത്തും രാത്രിയിലും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് അവര് ആ വഴിയെ കടന്നു പോകുന്നത് സുബഹിയുടെ നേരത്തായിരുന്നു, ചിലപ്പോഴാകട്ടെ രാത്രി സമയത്തായിരുന്നു. അതുകൊണ്ടാണ് ആ രണ്ട് സമയം എടുത്തു പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് സമയത്തും നിങ്ങൾ ആ വഴിയെ പോകുന്നവരല്ലേ, എന്നിട്ട് ആ രാജ്യം നശിപ്പിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ അടയാളങ്ങൾ നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. ആ ജനത നശിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ ജനതയെ അള്ളാഹു നശിപ്പിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ വിശ്വാസികളാകാത്തത് എന്നാര് ചോദിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ ചരിത്രത്തെ അള്ളാഹു കൊണ്ടുവന്നത് ആ ചരിത്രം പറഞ്ഞു പോകാൻ വേണ്ടി മാത്രമല്ല, അള്ളാഹു ഇത്രയും നിന്ദ്യമായി ശിക്ഷിച്ച ഈ ജനതയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മാറുവാനും വിശ്വാസികളാകാനും മുശ്രിക്കുകളെ നിങ്ങൾ ഒരുക്കമല്ലേ എന്ന് ചോദിക്കാനാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ, ആയാത്തുകൾ കാണുമ്പോൾ, നമ്മുടെ മനസ്സിന് ഷോക്കുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടവരുത്തണം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെന്നർത്ഥം. അപ്പൊ ഇത്തരം ചരിത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടുപോകാനല്ല, മറിച്ച് ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ജീവിക്കുവാനാണ്. ഒരു ഭൂകമ്പം ഏതെങ്കിലും ഒരു നാട്ടിൽ ലോകത്ത് നടക്കുമ്പോൾ അതിന്റെ വാർത്തകളും ചിത്രങ്ങളും കാണേണ്ടവരും വായിക്കേണ്ടവരും മാത്രമല്ല, മറിച്ച് അത്തരം ഒരവസ്ഥ അല്ലെങ്കിൽ അത്തരം ഒരു പരീക്ഷണം നമ്മളിലേക്കും വന്നേക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടന്നാലും ആകസ്മികമായ മരണങ്ങൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്, അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, നമ്മുടെ കൂടെ താമസിച്ചിരുന്നവർ, അല്ലെ, പ്രവാസ ലോകത്തൊക്കെ ആകുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ളവരുടെ ആകസ്മികമായ മരണങ്ങൾ അത് നമുക്കും പാഠമാകണം. ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇത്തരം ഒരു മരണം എൻ്റെ ജീവിതത്തിലും സംഭവിക്കാം, അതുകൊണ്ട് ഞാൻ റെഡിയാകണം, ഞാൻ ഒരുങ്ങണം, നാളേക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ കൂട്ടുന്നതിൽ ഞാൻ ധൃതിപ്പെടണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. അപ്പൊ അങ്ങനെ ഏതൊരു കാര്യവും നമുക്ക് പാഠമായി മാറേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വിശിഷ്ടമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അഷ്റത്ത് ദുൽഹിജ്ജയാണ്, അതായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അപ്പം ഗൾഫ് രാജ്യത്തും നാട്ടിലും തലേന്നും പിറ്റേന്നും ആയിട്ടാണ് ഇപ്രാവശ്യവും വലിയ പെരുന്നാൾ വരുന്നത്. നമ്മൾ നോമ്പെടുക്കേണ്ട ദുൽഹിജ്ജ 9-നാണ്. സാധാരണഗതി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ പ്രത്യേകം നോമ്പുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. അല്ല, പൊതുവായ നന്മകൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും വിശിഷ്ടമായ കർമ്മമാണല്ലോ നോമ്പ്. ആ നിലയ്ക്ക് 1 മുതൽ 9 വരെ നോമ്പ് എടുക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ നോമ്പെടുക്കുക. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 9-നുള്ള നോമ്പ്, അറഫ നോമ്പ് എന്ന് പറയുന്നത് ഏറ്റവും പ്രതിഫലാർഹമായ നോമ്പാണ്. ഒരു വർഷത്തെ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറിയ തെറ്റുകൾ, പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ മാത്രം പ്രതിഫലമുള്ള ഒരു നോമ്പാണ് ഈ അറഫ നോമ്പ്. അറഫയിൽ അന്ന് ഹാജിമാര് നിന്ന് ദുആ ചെയ്യുമ്പോൾ മണൽത്തരികൾ പോലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും എന്നൊക്കെയുള്ള കൗലുകളൊക്കെ ചില പണ്ഡിതന്മാരിൽ നിന്ന് കാണാൻ സാധിക്കും. അതേപോലെ അള്ളാഹു ഏറ്റവും കൂടുതൽ നരകമോചനം നൽകുന്ന ദിവസമാണ് അറഫാ ദിനം. അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥനയെ പറ്റിയിട്ടാണ് പറഞ്ഞേട്ടോ. അത്രയും വിശിഷ്ടമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പെരുന്നാളിന്റെ സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് പറയുന്നത്, സഹോദരിമാരോട്. പെരുന്നാൾ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സന്തോഷിക്കാനുള്ള ദിവസമാണ്. അള്ളാഹു സന്തോഷിക്കാൻ അനുവാദം നൽകിയ ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേരണം. നമസ്കരിക്കാൻ തടസ്സമുള്ള സ്ത്രീകളോട് പോലും
ഈദ്ഗാഹുകളിൽ, മുസല്ലകളിൽ പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് വരാനും നമസ്കാരത്തിൽ നിന്ന് മാത്രം വിട്ടുനിന്നുകൊണ്ട് ബാക്കിയുള്ള നന്മകളിലെല്ലാം പങ്കെടുക്കാനും വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് അള്ളാഹു അനുവദിച്ചു തന്ന ആഘോഷ ദിവസമാണ്, നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹമാണ്. അതോടൊപ്പം വലിയ പെരുന്നാൾ എന്ന് പറയുമ്പം ഉളുഹിയ്യത്ത് അതിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. അതിനൊക്കെ നിയ്യത്താക്കിയിട്ടുള്ള ആളുകൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അത് സ്വീകരിക്കാനും മറ്റുമൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹു ഏറ്റവും അഫ്ളലായി എണ്ണിയിട്ടുള്ള ഇസ്ലാം എണ്ണിയിട്ടുള്ള സ്വതക്കകൾപ്പെട്ടതാണ് ഈ പറഞ്ഞ ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിലുള്ള കുറേയേറെ പഠിതാക്കൾ ഇപ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ട്. അവരൊക്കെ ഹജ്ജ് കർമ്മത്തിനുള്ള അവസാന ഒരുക്കത്തിലാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഞായർ കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച മുതൽ ഹജ്ജിന്റെ കർമ്മം ആരംഭിക്കുകയാണ്. മിനയിലേക്ക് ഇഹ്റാം കെട്ടി എല്ലാവരും പുറപ്പെടും. തിങ്കളും ചൊവ്വയും ബുധനും കഴിഞ്ഞാൽ പിന്നെ വ്യാഴവും വെള്ളിയും ശനിയും അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജിന് പുറപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ ആ കർമ്മം ചെയ്ത് പൂർത്തീകരിക്കാനും റബ്ബ് സ്വീകരിക്കുന്ന മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മമായി അള്ളാഹു വരുന്നത് സ്വീകരിക്കുകയും ചെയ്യട്ടെ. പോയിട്ടുള്ള ആളുകളിലൊക്കെ ഒരുപാട് ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകാം, ആശങ്കകൾക്കിടയിൽ കഴിയുന്നവരുണ്ടാകാം. അവർക്കെല്ലാം അള്ളാഹു പ്രയാസങ്ങളെയൊക്കെ മാറ്റിക്കൊടുത്ത് നല്ല രൂപത്തിൽ ആ ഹജ്ജ് കർമ്മം ചെയ്ത് മടങ്ങാൻ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മനസ്സിൽ പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ പോലും അള്ളാഹു ആണല്ലോ നമുക്കതിനുള്ള മാർഗം തുറന്നു തരുന്നവൻ. അപ്പം നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമുക്ക് റിസ്ക് തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ നിർവഹിക്കേണ്ട മഹത്തായ കർമ്മത്തെ പറ്റിയുള്ള ഓർമ്മയും റബ്ബെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ആ ഒരു കർമ്മം നിർവഹിക്കാനുള്ള തൗഫീക്ക് തരണേ എന്നുള്ള പ്രാർത്ഥനയും തീർച്ചയായിട്ടും ഉണ്ടാകണം. ആ ഒരു നിയ്യത്ത് ആത്മാർത്ഥമാണെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നാളെ റബ്ബിന്റെ അടുത്ത് എത്തുമ്പോൾ ആ കർമ്മം ചെയ്ത പ്രതിഫലം നമ്മുടെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നമുക്ക് നൽകുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല നിയ്യത്തോടു കൂടി നന്മകൾ ചെയ്ത് മുന്നേറുവാൻ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളെയും അള്ളാഹു പുറത്തു തരട്ടെ. നമ്മിൽ ശാരീരികവും മാനസികവും ഒക്കെയായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിച്ചു കൊടുക്കട്ടെ. ശാരീരികമായ നിലയ്ക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.